നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശികൾക്കും സ്വദേശികൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് UAE നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് വിനോദയാത്രകളിൽ ഉൾപ്പെടുത്താനാകുന്ന ഒരു കിടിലൻ സ്പോട്ട് കൂടെ UAE യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. UAE ദേശീയ മ്യൂസിയം സായിദ് നാഷണൽ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം അത് ഉടൻ തന്നെ നടത്തും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സൈദാത്ത് ദ്വീപിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ഉയർന്നിട്ടുള്ള ഈ മ്യൂസിയത്തിന്റെ അവസാന മിനുക്കു പണികളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. കരാറുകൾ അധികൃതർക്ക് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം. ഉദ്ഘാടന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും മ്യൂസിയം ഉടൻ തന്നെ രാഷ്ട്രത്തിന് സമർപ്പിക്കും എന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ വീക്ഷണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഷെയ്ഖ് സായിദിന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഹൂർത്തങ്ങളൊക്കെ തന്നെ അനാവരണം ചെയ്തിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിൽ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഭൂമിശാസ്ത്രവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഫൽക്കൺ പക്ഷികളുടെ ചിറകിന്റെ ആകൃതിയിലുള്ള ടവറുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് ആവശ്യമായിട്ടുള്ള സൗരോർജ്ജമൊക്കെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു മ്യൂസിയം തയ്യാറാക്കിയിട്ടുള്ളത്. പുറത്തുനിന്നുള്ള കാറ്റിനെ തടഞ്ഞ പ്രത്യേക പൈപ്പിലൂടെ കടത്തിവിട്ട് ശുദ്ധവായു മ്യൂസിയത്തിന് അകത്ത് എത്തിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പ്രകൃതിദത്ത വെളിച്ചവും വായുവും എല്ലാം ഗാലറികളിലേക്ക് ലഭിക്കുന്ന വിധത്തിൽ വളരെ മനോഹരമായിട്ടാണ് ആ മ്യൂസിയം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എമിറേറ്റിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിവർത്തനത്തിന്റെ അടയാളമായി ഈ മ്യൂസിയം മാറുമെന്നാണ്. സൈദാത്ത് ദ്വീപിലെ സുപ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറുമെന്നൊക്കെയാണ് ഇവിടുത്തെ അധികാരികൾ നൽകുന്ന സൂചന. അറേബ്യൻ പൈതൃകവും ആതിഥ്യ മര്യാദകളും ആധുനികതയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രൂപകൽപ്പനയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഷെയ്ഖ് സായിദിന്റെ പ്രകൃതി സ്നേഹം തുറന്നുകാട്ടുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഈ മ്യൂസിയത്തിന്റെ പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് വിവരം. വിദ്യാഭ്യാസം, പരിസ്ഥിതി, പൈതൃകം, സംസ്കാരം, സുരക്ഷ, സഹിഷ്ണുത എന്നിവയിൽ ഷെയ്ഖ് സായിദിന്റെ വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ വീക്ഷണങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുമെന്ന് നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. UAE രൂപീകരണത്തിന് മുൻപുള്ള അവസ്ഥയും പരിസ്ഥിതിയിൽ ഊന്നിയിട്ടുള്ള വികസനവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എല്ലാം ഈ മ്യൂസിയത്തിലൂടെ വ്യക്തമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുരാതന കാലത്തെ മനുഷ്യവാസത്തിന്റെ തെളിവുകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഷെയ്ഖ് സായിദ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ, രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നവർക്ക് സഹായമാകുന്ന മുഴുവൻ വിവരങ്ങളും ഈ മ്യൂസിയത്തിൽ നിന്ന് ലഭ്യമാകും. ഷെയ്ഖ് സായിദിനെ കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിക്കുന്ന വിവരങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഇടവും ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ചരിത്രത്തോട് കുട്ടികളെ അടുപ്പിക്കാൻ വേണ്ടി ഇത് ഉപകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ചരിത്രത്തോട് കുട്ടികളെ അടുപ്പിക്കാൻ വേണ്ടി സാംസ്കാരിക ടൂറിസം വിഭാഗം ഇത്തരത്തിലൊരു മ്യൂസിയത്തിൽ ഒരു അവസരം നൽകുകയാണെന്ന് പറയുന്നു. മലയാളികളടക്കമുള്ള ഓരോ മനുഷ്യനും ഒരു തവണയെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് UAE. പലപ്പോഴും ഇവിടേക്കുള്ള നിരവധി ആളുകളുടെ യാത്രകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്ന് കാണുന്ന അനുഭൂതിയും ഒക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും പങ്കുവയ്ക്കുന്ന വീഡിയോസിലൊക്കെ പറയുന്നത്. ഇപ്പോഴിതാ അതേ രീതിയിൽ തന്നെ വിദേശികൾക്കും സ്വദേശികൾക്കും ഒക്കെ ഏറെ സന്തോഷമാകുന്ന മറ്റൊരു സ്പോട്ട് കൂടെയാണ് UAE തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ദേശീയ മ്യൂസിയം എന്നതിനേക്കാൾ ഉപരി UAE ചരിത്രം ഒന്നടങ്കം പറയുന്ന, കാണാൻ കണ്ണിന് ഒരുപാട് കാഴ്ചകൾ നൽകുന്ന, അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ നൽകുന്ന, ഒരുപാട് ചരിത്രത്തെ അടുപ്പിക്കുന്ന ഒന്നായി മാറുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ട്രാവലേഴ്സിന് കൂടുതൽ സൂചന നൽകുകയാണ്. UAE കൂടുതൽ അവസരം ഒരുക്കുകയാണ്. ഇത് മുഖാന്തരം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അത് ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. വിദേശികളെ ഒരുപാട് നിലവിലുള്ള വിദേശികളുടെ UAE ആകർഷിക്കുന്നതിനേക്കാൾ ഉപരി ഈ ഒരു മ്യൂസിയം കൂടെ വരുമ്പോൾ വിദേശികൾക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാകും. ഇത് മുഖാന്തരം രാജ്യത്തിന് സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്ന് തന്നെയാണ് അധികൃതരും പ്രതീക്ഷിക്കുന്നത്.